വചനസാരം വചനസാരം. വേദപുസ്തകത്തില് അപ്പം എന്നുള്ള പരാമർശം ജീവൻ നൽകുന്ന ഒന്നാണ്. ഉൽപ്പത്തി മുതൽ ഈ അപ്പത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും യുദ്ധം കഴിഞ്ഞു വരുന്ന അബ്രഹാത്തിന് കൊടുക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിലേക്ക്, പുറപ്പാട് പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും ജീവൻ നിലനിർത്തുന്നതിന് ദൈവം നൽകുന്നത് അപ്പം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിപാലനയുടെയും കരുതലിൻ്റെയൊക്കെ ഒരു പ്രതീകം കൂടെയാണ് അപ്പം എന്ന് പറയുന്നത്. ആ പരിപാലനയ്ക്കും കരുതലിനും കൃതജ്ഞതയായിട്ട് സമാധാന ബലി നൽകുന്നതും അപ്പം തന്നെയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പം എന്നുള്ളത് ഒരു പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കും കൂടിയാണ്. ജീവൻ എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനയ്ക്കും രക്ഷയ്ക്കും പകരം നിൽക്കുന്ന ഒരു വാക്ക് അപ്പം തന്നെയാണ്. രക്ഷയുടെ ആഘോഷത്തിന് പുറപ്പാട് പുസ്തകത്തിൽ അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഇതേ കൗദാശികമായ ഭാഷയിലാണ് യോഹന്നാൻ സുവിശേഷത്തിലും യേശു ഈ അപ്പം എന്നുള്ള വാക്കുപയോഗിക്കുക. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ പ്രത്യേകത തന്നെ കൗദാശികപരമായ ഒരു സുവിശേഷമാണ്. ഇവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം ഞാനാണെന്ന് ക്രിസ്തു പറയുമ്പോൾ ഇതേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ജീവൻ നൽകുന്ന, രക്ഷ നൽകുന്ന അപ്പം, ദൈവത്തിൻ്റെ കരുതല്, മനുഷ്യന് വേണ്ടി ദൈവം നൽകുന്ന ആ സ്നേഹം, കരുതൽ, പരിപാലന, അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവാകുന്ന കുദാശയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നവന്, ആ വചനങ്ങളെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈ യോഹന്നാൻ സുവിശേഷത്തിലോ ക്രിസ്തു 6-ാം അധ്യായത്തിലോ ഇതോ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രതിപാദനം എന്നാണ് വേദപണ്ഡിതന്മാർ പറയുക. ഇത് വിശ്വസിക്കാനായിട്ടും അതിനെ ഉൾക്കൊള്ളാൻ, ദൈവ സാന്നിധ്യത്തെ അറിയാനും ജീവൻ നൽകുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മളിൽ നിത്യജീവനുണ്ടാകുന്നു എന്ന് സുവിശേഷം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. വചനസാരം വചനസാരം.